एककाले पठेन्नित्यं महापापविनाशनं द्विकालं यः पठेन्नित्यं धनधान्यसमन्वितः. ഈ സ്തോത്രം ദിവസത്തിൽ ഒരിക്കൽ പാരായണം ചെയ്യുന്നവന്റെ പാപങ്ങൾ നശിക്കും. ദിവസത്തിൽ 2 വട്ടം പാരായണം ചെയ്യുന്നവൻ ധനധാന്യസമൃദ്ധിയോടെ ജീവിക്കും. ഈ ശ്ലോകം പാരായണത്തിന്റെ സ്ഥിരതയും അതിന്റെ ഫലവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നു. ഏകകാലെ പാരായണം ചെയ്യുന്നതിലൂടെ മനസ്സിന്റെ ശുദ്ധീകരണം ആരംഭിക്കുന്നു, അതിലൂടെ പാപവാസനകൾ കുറയുന്നു. ദ്വികാലം പാരായണം ചെയ്യുന്നത് ആത്മസാധനയിൽ കൂടുതൽ സ്ഥിരതയും ശ്രദ്ധയും സൃഷ്ടിക്കുന്നു. അതിന്റെ ഫലമായി ധനധാന്യം എന്നത് പുറമെയുള്ള സമ്പത്ത് മാത്രമല്ല, ഉള്ളിലെ സമൃദ്ധി, ശാന്തി, സന്തോഷം, ആത്മവിശ്വാസം ഇവയും വർദ്ധിക്കുന്നു. അതിനാൽ ഈ ശ്ലോകം നിത്യേന ചെയ്യുന്ന ആത്മസാധനയുടെ ശക്തിയെ ഊന്നിപ്പറയുന്നു. കൂടുതൽ നിഷ്ഠയോടെ ചെയ്താൽ കൂടുതൽ സമൃദ്ധിയും സമതുലിതമായ ജീവിതവും ലഭിക്കും. त्रिकालं यः पठेन्नित्यं महाशत्रुविनाशनं महालक्ष्मीर्भवेन्नित्यं प्रसन्ना वरदा शुभा. इति श्रीमहालक्ष्म्यष्टकम्. ഈ സ്തോത്രം ദിവസത്തിൽ 3 പ്രാവശ്യം പാരായണം ചെയ്യുന്നവന്റെ വലിയ ശത്രുക്കൾ നശിക്കും. മഹാലക്ഷ്മി എല്ലായ്പ്പോഴും പ്രസന്നയായും വരങ്ങൾ നൽകുന്നവളായും മംഗളകരമായവളായും അവനോടൊപ്പമുണ്ടാകും. ഈ ശ്ലോകം ആത്മസാധനയുടെ പരമഫലത്തെ സൂചിപ്പിക്കുന്നു. മഹാശത്രു എന്നത് പുറമെയുള്ള ശത്രുക്കൾക്കു മാത്രമല്ല, ഉള്ളിലെ ദോഷങ്ങൾ, അഹങ്കാരം, ഭയം, ക്രോധം, മോഹം ഇവയാണ് യഥാർത്ഥ ശത്രുക്കൾ. ത്രികാലം പാരായണം ചെയ്യുന്നത് ദിനചര്യയുടെ എല്ലാ ഘട്ടങ്ങളിലും ദൈവചിന്ത നിലനിർത്തുന്നതിനെ സൂചിപ്പിക്കുന്നു. അതിലൂടെ മനസ്സ് സ്ഥിരതയിലേക്കും ശുദ്ധിയിലേക്കും എത്തുന്നു. മഹാലക്ഷ്മി പ്രസന്ന എന്നത് ദൈവാനുഗ്രഹം എല്ലായ്പ്പോഴും അനുഭവപ്പെടുന്ന അവസ്ഥയാണ്. അത് ആത്മശാന്തിയും സന്തോഷവും സമതുലിതമായ ജീവിതവുമാണ്. അതിനാൽ ഈ ശ്ലോകം സ്ഥിരമായ ഭക്തിയും ആത്മബോധവും മനുഷ്യനെ അന്തർവിജയത്തിലേക്കും സമ്പൂർണ്ണ മംഗളജീവിതത്തിലേക്കും നയിക്കുന്നു എന്ന സന്ദേശമാണ് നൽകുന്നത്.